ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് വേൾഡിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, 79ാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ജൂറി അധ്യക്ഷൻ പ്രശസ്ത ദക്ഷിണ കൊറിയൻ ചലച്ചിത്ര സംവിധായകൻ പാർക്ക് ചാൻ വൂക്കാണ് ഇതിൻ്റെ അധ്യക്ഷൻ. അടുത്തതായിട്ട്, ഇന്ത്യൻ ജൂനിയർ പുരുഷ ഹോക്കി ടീമിൻ്റെ മുഖ്യ പരിശീലകൻ. ഇദ്ദേഹം 2026 മെയ്യിലാണ് പരിശീലകനായി എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഫെഡറിക് സോയാസ് എന്നാണ്. കുറിപ്പ്: മുഖ്യ പരിശീലകനായിരുന്ന മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ PR ശ്രീജേഷിൻ്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് ഹോക്കി ഇന്ത്യ സോയാസിനെ ഈ പദവിയിലേക്ക് തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മുടെ 79ാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ജൂറി അധ്യക്ഷൻ പാർക്ക് ചാൻ വൂക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീമിൻ്റെ ഹോക്കി പരിശീലകനായി എത്തിയിരിക്കുന്നത് ഫെഡറിക് സോയാസുമാണ്. CBI ഡയറക്ടറായി തുടർച്ച നിയമനം ലഭിച്ച വ്യക്തി പ്രവീൺ സൂദാണ്. ഇദ്ദേഹം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലെ ഒരു ഓഫീസറാണ്. അടുത്തതായിട്ട്, IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ കളിച്ച താരമെന്ന് റെക്കോർഡ് നേടിയത് നമ്മുടെ വിരാട് കോഹ്ലിയാണ്. കുറിപ്പ്: IPL ചരിത്രത്തിലെ ആദ്യ സീസൺ 2008 മുതൽ ഇന്ന് വരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു RCB എന്ന ഒരൊറ്റ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി മാത്രം കളിച്ചാണ് കോഹ്ലി ഈ നേട്ടം സ്വന്തമാക്കിയത്. അപ്പോൾ ഒന്നുകൂടി, CBI ഡയറക്ടറായിട്ട് തുടർച്ചയായി നിയമനം ലഭിച്ച വ്യക്തി പ്രവീൺ സൂദാണ്. അതുപോലെ തന്നെ കൂടുതൽ മത്സരങ്ങളിൽ കളിച്ച താരമെന്ന റെക്കോർഡ് വിരാട് കോഹ്ലിക്കുമാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഒറ്റത്തൂൺ കേബിൾ സ്റ്റേറ്റ് പാലം ഡാൻജിയാങ് പാലമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായി നോക്കിയാൽ, തായ്വാനിലെ ന്യൂ തായ്പേയ് സിറ്റിയിലുള്ള താൻസൂയി നദിക്ക് കുറുകെയാണ് ഡാൻജിയാങ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നോക്കുമ്പോൾ, മെയ് 21 ലോക മെഡിറ്റേഷൻ ദിനം, വേൾഡ് മെഡിറ്റേഷൻ ഡേ ആണ് മെയ് 21. അടുത്ത 2025-26 സീസൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആഴ്സണൽ FC ആണ്. അപ്പോൾ ആഴ്സണൽ FC ആണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 2026 മെയ് മാസത്തിൽ 3 പതിറ്റാണ്ടുകാലത്തെ സേവനത്തിന് ശേഷം വിരാമമിട്ട പ്രശസ്ത സെർച്ച് എഞ്ചിനാണ് ask.com. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ 2025 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി വരുമാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 15ാമതാണ്. 1ാം സ്ഥാനം ഗുജറാത്തുമാണ്. 16ാം മന്ത്രിസഭയിൽ സണ്ണി ജോസഫ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ: വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻറ്റിൻ്റെ കാര്യങ്ങൾ. അടുത്തതായിട്ട്, 16ാം മന്ത്രിസഭയിൽ MP അനിൽകുമാർ പ്രതിനിധീകരണം ചെയ്യുന്ന മണ്ഡലം വണ്ടൂർ. 3 പതിറ്റാണ്ടിന് ശേഷം വിരാമമിട്ട സെർച്ച് എഞ്ചിൻ ask.com ആണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി വരുമാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 15ാമതും 1ാം സ്ഥാനം കൊണ്ടുപോയത് ഗുജറാത്തുമാണ്. 2026 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച പുസ്തകം തായ്വാൻ ട്രാവലോഗ്. രചയിതാവ് യാങ് ഷുവാങ് സി. പരിഭാഷകൻ ലിൻ കിങ്. മാൻഡ്രിൻ എന്ന ചൈനീസ് ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാണ് ഈ പുസ്തകം. പ്രത്യേകത: ബുക്കർ പുരസ്കാരം നേടുന്ന മാൻഡ്രിൻ ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യ പുസ്തകമാണിത്. അടുത്തതായിട്ട്, കേരള ഹൈക്കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ്. അപ്പോൾ ഇപ്രാവശ്യം ബുക്കർ പ്രൈസ് ലഭിച്ചത് തായ്വാൻ ട്രാവലോഗിനാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുമാണ്. കോങ്കോയിലെ എബോള വ്യാപനത്തിന് കാരണമായ അതീവ മാരകവും അപൂർവവുമായ വൈറസ് ബോംബെൻഗോ വൈറസാണ്. ഇപ്പോൾ നമ്മൾ വളരെ സുപരിചിതമായി കേൾക്കുന്ന ഒരു അസുഖത്തിൻ്റെ പേരാണ് എബോള. അപ്പോൾ നമ്മൾ നിർബന്ധമായും അത് പരത്തുന്ന വൈറസിൻ്റെ പേര് പഠിച്ചിരിക്കണം. ബോംബെൻഗോ വൈറസ് എന്നാണ് പേര്. അടുത്തതായിട്ട്, 2030 ഇന്ത്യയിലെ ആദ്യ ജൈവ വൈവിധ്യ സൗഹൃദ ജില്ലയാകാനുള്ള പദ്ധതികൾ നടപ്പാകുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരമാണ്. അപ്പോൾ ബോംബെൻഗോ വൈറസും തിരുവനന്തപുരം ജില്ലയും. ഭക്ഷ്യസുരക്ഷ, സുസ്ഥിര കൃഷി, ഗ്രാമീണ വികസനം എന്നീ മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷ്യ കാർഷിക സംഘടന FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ നൽകിയ പുരസ്കാരം.
അഗ്രികോള പുരസ്കാരം. അടുത്തതായിട്ട് FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറലാണ് ഡോക്ടർ ക്യു ഡോങ്കിയോ. അടുത്തതായിട്ട് FAOയുടെ ആസ്ഥാനമാണ് റോം. ഇനി നമുക്ക് കുറിപ്പ് നോക്കാം. കഴിഞ്ഞ 30 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമായിരുന്നു മോദിയുടെ FAO ആസ്ഥാന സന്ദർശനം. അടുത്ത നമ്മുടെ ഇന്നത്തെ അവസാന ചോദ്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്. 2026 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ KJ പരമേശ്വരൻ നായരാണ്. അപ്പോൾ FAO നൽകിയ അഗ്രികോള പുരസ്കാരം ലഭിച്ചത് ഇന്ത്യക്കും ഇപ്പോൾ മരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ KJ പരമേശ്വരൻ നായരുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു റിവൈസബിൾ ക്വസ്റ്റ്യനായിട്ട് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്ന് നിങ്ങളിവിടെ കണ്ട എല്ലാ കറണ്ട് അഫയേഴ്സും നിങ്ങളൊരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കണം. സൂക്ഷിക്കുക മാത്രമല്ല, അത് പഠിക്കുകയും വേണം. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായാലും ചീത്തയായാലും ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ കൂടുതൽ വേണോ എന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ കാണാം. താങ്ക് യു.